ഡോക്ടർ ജോർജ് പടനിലത്തിൻ്റെ ജീവിതത്തിലൂടെയുള്ള ഒരു യാത്രയാണ് നമ്മൾ നടത്തുന്നത്. നമുക്കറിയാം, സോഷ്യൽ മീഡിയാസ് ഇന്ന് സമൂഹത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട്. അതിൽ തന്നെ ഏറെ ശ്രദ്ധേയമായ ഒരു ഘടകമാണ് ബ്ലോഗ് എഴുത്ത്, ബ്ലോഗിൻ്റേത്. ഡോക്ടർ ജോർജ് പടനിലം തൻ്റെ ബ്ലോഗ് എഴുത്തിലൂടെ ഇന്ന് ഏറെ ശ്രദ്ധേയനായി മാറിയിരിക്കുന്നു. ഡോക്ടറിൻ്റെ പല ജീവിത ദർശനങ്ങളും അദ്ദേഹം പ്രകടമാക്കുന്നത് ഇന്ന് ബ്ലോഗ് എഴുത്തിലൂടെയാണ്. കുറ്റബോധം എന്ന ആ ഒരു വിഷയത്തെ ഡോക്ടർ എത്ര സമർത്ഥമായി അവലോകനം ചെയ്തിരിക്കുന്നു എന്ന് ഈയിടെ അദ്ദേഹത്തിൻ്റെ ഒരു ബ്ലോഗ് എഴുത്തിലൂടെ മനസ്സിലായി. അതുകൊണ്ട് തന്നെ കുറ്റബോധം എന്ന് നമ്മൾ സാധാരണ കേൾക്കുന്ന ആ ഒരു വാക്കിൻ്റെ വിഷയത്തിൻ്റെ തലങ്ങളുമായി ഡോക്ടറോട് നമുക്ക് ചർച്ച ചെയ്യാം. ഡോക്ടർ, ഈ കുറ്റബോധം എന്ന ആ ഒരു വിഷയം ഡോക്ടറിൻ്റെ പല രചനകളിലും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. പലപ്പോഴും അങ്ങ് പറയാതെ പറയുന്നു എന്ന് പറയുന്നതും ഈ കുറ്റബോധം എന്ന വിഷയത്തെക്കുറിച്ചാണെന്ന് തോന്നുന്നു. കുറ്റബോധം എന്ന ആ ഒരു യാഥാർത്ഥ്യം വ്യക്തിയിൽ സൃഷ്ടിക്കുന്ന ആഘാതം അവൻ്റെ വ്യക്തിത്വത്തെ വളരെ നെഗറ്റീവായി സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് ഡോക്ടറിൻ്റെ രചനകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറ്റബോധം എന്ന ആ ഒരു വിഷയത്തെ അങ്ങ് എങ്ങനെയാണ് സമീപിക്കുന്നത്? എന്താണ് ഈ കുറ്റബോധം എന്നൊക്കെ ഒന്ന് പറയാമോ? കുറ്റബോധം എന്നുള്ളത് സമൂഹത്തിൽ ജീവിക്കാൻ പരിശീലിപ്പിക്കപ്പെട്ടിട്ടുള്ള എല്ലാവരിലും ഉള്ള ഒരു ഇതാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മറ്റുള്ളവരാണ് നമ്മളെ പരിശീലിപ്പിക്കുന്നത് എങ്ങനെയാണ് സമൂഹത്തിൽ ചെയ്യേണ്ടതെന്ന്. ഒരു നവജാത ശിശു, അതിൻ്റെ മനസ്സിൽ യാതൊരു കുറ്റബോധവുമില്ല. അതിൻ്റെ മനസ്സ് മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ ഒരു നിശ്ചല ജലാശയം പോലെയാണ്. അതിനകത്ത് എല്ലാം റിഫ്ലക്റ്റ് ചെയ്യും, എല്ലാം നന്നായിട്ട് കാണും. അത് വാസ്തവത്തിൽ പരിശുദ്ധിയെ മാത്രമാണ് ഇത് പ്രദർശിപ്പിക്കുന്നത്. ആ കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞാൽ സാധാരണ ആർക്കും ഒരു വിരോധ മനോഭാവമോ എന്തെങ്കിലും വെറുപ്പോ ഒന്നും തോന്നിയെന്ന് വരില്ല. അത് ഒരു 3 മാസം പ്രായമായ ഒരു കുഞ്ഞ്, അതായത് ദൃഷ്ടി ഉറപ്പിക്കാൻ തുടങ്ങുന്ന സമയം മുതൽ കുഞ്ഞിനെ നോക്കി, കുഞ്ഞ് നമ്മളെ നോക്കി അല്ല പുഞ്ചിരിക്കുന്നെങ്കിൽ തന്നെ ആ പുഞ്ചിരി കാണുമ്പം നമുക്ക് നോക്കി നിൽക്കുന്ന ആളുകൾക്കൊരു വലിയ സന്തോഷം തോന്നും. ആ കുഞ്ഞ് നമ്മളെ നോക്കി ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളും ചിരിക്കുകയും അതിനെ താലോലിക്കുകയും ചെയ്യും എന്നുള്ളത് തീർച്ചയാണ്. ആ കുഞ്ഞ് ഇച്ചിരുടെ പ്രായമായി കഴിഞ്ഞ് വെച്ചാൽ 7-8 മാസമൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് ആ കുഞ്ഞ് നമ്മുടെ മുഖത്തൊന്ന് അടിക്കുകയാണെന്ന് വിചാരിച്ചു. ആ കുഞ്ഞിൻ്റെ കൈ പിടിച്ച് നമ്മൾ ഉമ്മ മുത്തും, ആ കുഞ്ഞിന് ഒരു ഉമ്മ കൊടുക്കും. ആ കുഞ്ഞിനോട് ഒരു വിദ്വേഷമോ ഒന്നും തോന്നുകയില്ല. ആ കുഞ്ഞ് നമ്മുടെ മുഖത്തൊന്നും തുപ്പ് കാണുന്നുണ്ടെങ്കിൽ പോലും അത് നമ്മൾ തൂത്ത് മാറ്റിയിട്ട് സന്തോഷത്തോടെ ആ കൊച്ചിനെ താലോലിക്കത്തേ ഉള്ളൂ. അതേസമയം ഒരു 2 വയസ്സായി കഴിയുമ്പോൾ മുതൽ, കൊച്ചു പതുക്കെ നടക്കാൻ തുടങ്ങി കഴിയുമ്പോൾ മുതൽ കൊച്ചിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയാണ്. കൊച്ചു പോയി അവിടെ എന്തെങ്കിലും വല്ല കൗതുക വസ്തുക്കൾ അവിടെ മുറിയിൽ വെച്ചിരിക്കുന്നത് മറിച്ചിടുകയോ പൊട്ടിക്കുകയോ ചെയ്യുമോ എന്നുള്ളതോ, അല്ലെങ്കിൽ അത് മറിച്ചിട്ട് അതിന് തന്നെ കൂടുതൽ എന്തെങ്കിലും ക്ഷതം വരുത്തുവോ എന്നൊക്കെയുള്ള ഭയം കൊണ്ട് കൂടെയുള്ള മുതിർന്നവർ, അമ്മയോ അല്ലെങ്കിൽ മറ്റ് പരിചാരകരോ ആ കുഞ്ഞിനെ എല്ലാത്തിനും നിയന്ത്രിക്കും, പിടിച്ചു മാറ്റും. അതെന്തെങ്കിലും പിടിച്ചോടുകയാണെങ്കിൽ അതിനെ പിടിച്ചു മാറ്റും. അങ്ങനെ എല്ലാ നിയന്ത്രണങ്ങളും അതിന് വരുന്നു. ഇപ്പം സാധാരണ നമ്മുടെ എല്ലാ വീടുകളിലും ഉണ്ട് ടെലിവിഷൻ റിമോട്ട് കൺട്രോൾ ഉപയോഗിക്കുക എന്നുള്ള ഒരു സാധാരണ പതിവാണ്. അമ്മ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് ഓരോ രംഗങ്ങൾ മാറ്റുന്നതൊക്കെ ഈ കുഞ്ഞ് കാണുന്നുണ്ട്. അപ്പോൾ അമ്മ അടുത്തില്ലാത്തപ്പോഴത്തേക്ക് ആ കുഞ്ഞ് ആ റിമോട്ട് കൺട്രോൾ എടുത്ത് അതിൻ്റെ ആ ബട്ടൺ അമർത്തി അതിൽ ടെലിവിഷൻ ഉണ്ടാകുന്ന ചേഞ്ച് കാണുകയും സന്തോഷിക്കുകയും ചെയ്യുകയാണ്. പക്ഷേ അമ്മയ്ക്ക് പേടിയായി കൊച്ച് വല്ല ടെലിവിഷൻ വല്ല കേടും വരുത്തുപോയെന്ന്. അതുകൊണ്ട് അതിൻ്റെ കയ്യിൽ നിന്ന് പതുക്കെ പിടിച്ച് മാറ്റിയിട്ട് അതങ്ങ് മാറ്റി വെക്കും. അപ്പോൾ കുഞ്ഞിനത് എന്നെ എടുക്കണമെന്നുണ്ട്. പക്ഷേ എന്നാലും അമ്മ പിന്നെ എവിടെ നിന്ന് ഇങ്ങോട്ടെങ്കിലും മാറുകയാണെങ്കിൽ ഉടനെ അത് പിന്നെ എടുക്കും. 2-3 പ്രാവശ്യം ഇങ്ങനെ എടുത്ത് കാണുമ്പോഴത്തേക്ക് അമ്മയ്ക്ക് ദേഷ്യം വരും. അതപ്പോഴത്തേക്ക് അമ്മ പറയും, കുഞ്ഞെ നീ അത് എടുക്കരുതെന്നും പറഞ്ഞ് അതിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിച്ച് ബലമായിട്ട് പിടിച്ചു വാങ്ങിച്ചിട്ട് അത് അതിന് കയ്യെത്താത്ത എവിടെയെങ്കിലും എത്തിക്കുകയോ. അപ്പോൾ പിന്നെ അതിനെ നോക്കി കരഞ്ഞുകൊണ്ടിരിക്കും ആ കുഞ്ഞ്. ആ റിമോട്ട് കൺട്രോൾ കിട്ടിയെങ്കിൽ മാത്രമേ അതിനൊരു സന്തോഷമുള്ളൂ. കാരണം വെച്ചാൽ അമ്മ കളിച്ചുകൊണ്ടിരുന്ന ഒരു സംഗതി, അല്ലെങ്കിൽ വേറെ മുതിർന്നവരെല്ലാം കളിച്ചുകൊണ്ടിരുന്ന ഈ റിമോട്ട് കൺട്രോൾ എന്തുകൊണ്ടാണ് അതിന് കളിച്ചുകൂടാത്തത്? എന്തുകൊണ്ടാണെന്നുള്ളത് അതിന് മനസ്സിലാകുന്നില്ല. അത് സമയം വീണ്ടും ആ റിമോട്ട് കൺട്രോൾ അത് കൈ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അന്നേരം ചിലപ്പോൾ ശിക്ഷ കൂടെ കിട്ടിയെന്ന് വരും. അപ്പോൾ അതിനെന്തുകൊണ്ടാണ് ശിക്ഷ കിട്ടിയത്, എന്ത് തെറ്റാണ് അത് ചെയ്തതെന്നുള്ളതിന് യാതൊരു ബോധ്യവുമില്ല. പക്ഷെ അത് തെറ്റ് ചെയ്തു എന്നുള്ളത് അതിന് കിട്ടുന്ന ശിക്ഷയിൽ നിന്ന് അതിന് മനസ്സിലാകുന്നുണ്ട്. സോ അതിന് പക്ഷേ
എന്ത് തെറ്റായി ചെയ്തതെന്ന് അറിയാൻ വയ്യാത്തത് കാരണം ആ കുഞ്ഞിനെ അത് തിരുത്താനൊക്കത്തില്ല. എന്നാൽ അമ്മ കുഞ്ഞിനോട് പറഞ്ഞ് മനസ്സിലാക്കുന്നുമില്ല, ഇത് നീ കളിക്കരുത്, ഇത് പ്രായമുള്ളവർക്ക് മാത്രമാണെന്ന് പറഞ്ഞാലും അതിന് മനസ്സിലായെന്ന് വരില്ല. അപ്പോൾ അതാകെപ്പാടെ കൺഫ്യൂഷനിലാണ്, ആ ചിന്താക്കുഴപ്പത്തിലാണ്. അങ്ങനെ അത് വീണ്ടും വീണ്ടും ഇങ്ങനെ ഇത് ആവർത്തിക്കുമ്പോൾ, ഇത് മാത്രമല്ല പല കാര്യങ്ങളിൽ ഇങ്ങനെ ആവർത്തിക്കുമ്പോൾ അതിന് വരുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്തോ തെറ്റുകാരനാണ്, ഞാൻ എന്തോ തെറ്റ് ചെയ്യുന്നുണ്ട്, ഇവർ പറയുന്നത് കേട്ടെങ്കിൽ മാത്രമേ എനിക്ക് ജീവിക്കാനൊക്കത്തുള്ളൂ, അല്ലെങ്കിൽ ശിക്ഷ കിട്ടും, അതുകൊണ്ട് അതിന് സമാധാനത്തിന് വേണ്ടിയിട്ട് അത് അനുസരിക്കുന്നു, അത്രയേ ഉള്ളൂ. ഇനിയും ഈ ആദ്യത്തെ ആ റിമോട്ട് കൺട്രോളിനോടായിരുന്നു അതിന് താല്പര്യമെന്നുണ്ടെങ്കിൽ ആ റിമോട്ട് കൺട്രോൾ എടുത്ത് കയ്യിലെടുത്ത് കളിക്കുമ്പോഴത്തേക്ക് അമ്മ അതിനെ സന്തോഷത്തോടെ താലോലിച്ചെങ്കിൽ മാത്രമേ അതിനൊരു വിചാരം വരത്തുള്ളൂ, ഞാൻ ആ സ്നേഹത്തിന് അർഹനാണെന്ന്. അല്ലെങ്കിൽ അതിനെപ്പോഴും വിചാരം അത് തെറ്റുകാരനാണെന്ന്. അപ്പോൾ ആ കുഞ്ഞ് ആ റിമോട്ട് കൺട്രോൾ കാണുമ്പോഴെപ്പോൾ ഇത് പോയി കൈ പൊക്കിയെടുക്കാൻ നോക്കും. അങ്ങനെയാണ് നമ്മൾ ഈ ഒരേ തെറ്റ് തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. സ്നേഹത്തിന് വേണ്ടിയിട്ടാണ് എല്ലാ തെറ്റുകളും നമ്മൾ സ്നേഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരു രോദനമാണ്. അതൊരു പുതിയ കാഴ്ചപ്പാടാണ്. അതെ, തെറ്റുകൾ സ്നേഹത്തിന് വേണ്ടി ഏത് ക്രിമിനൽ ആണെങ്കിലും ശരി, അവനോടും സ്നേഹത്തിൽ പെരുമാറുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ റെസ്പോണ്ട് ചെയ്യുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഫ്രാൻസിസ് അസീസിയുടെ കാര്യത്തിൽ ഒരു കഥ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഒരു ജയിൽ ചാടി വന്ന കുറേ ആൾക്കാർ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ കാണാൻ വന്നു. അവർ ഇയാളെ ഗാർഡിനറിയാമായിരുന്നു ഇവർ ജയിൽ ചാടി വന്നവരാണെന്ന്. അവരെ ഓടിച്ചു വിട്ടു. ഫ്രാൻസിസ് ആശ്രമത്തിലെത്തിയപ്പോഴത്തേക്ക് ഇത് കേട്ടയോടെ ഇദ്ദേഹം പോയി അവരെ വിളിച്ചുകൊണ്ട് വന്ന് അവർക്ക് അത്താഴമൊക്കെ കൊടുത്തപ്പോഴത്തേക്ക് അവർ ഭയങ്കരമായിട്ട് കരച്ചിൽ ഇത് ഇത്ര കരയെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ആദ്യമായിട്ടാണ് ഞങ്ങളോടൊരു സ്നേഹം ആരെങ്കിലും കാണിക്കുന്നത് എന്ന് പറഞ്ഞ് അവർ കരയുകയായിരുന്നു. കരഞ്ഞു കഴിഞ്ഞ് അവരെ ആശ്രമം വിട്ടില്ല, അവരവിടെ താമസിച്ചു, സന്യാസികളായി ആ ആശ്രമത്തിൽ താമസിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പം സ്നേഹത്തിന് വേണ്ടിയിട്ടുള്ള ദാഹമാണ് ഏത് തെറ്റും. എവരി ക്രൈം ഈസ് എ ക്രൈ ഫോർ ലവ്. ആ ലവ് കൊടുക്കാനായിട്ട് നമുക്കില്ല, ലവ് കൊടുക്കാൻ നമുക്കില്ല. അത് കാരണം ആ ലവിന് വേണ്ടിയിട്ടുള്ള ആ ദാഹമാണ് എല്ലാ തെറ്റുകളും. അത് നമ്മൾ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരോട് ക്ഷമിക്കാനും അവരോട് സഹതപിക്കാനും അവരെ മനസ്സിലാക്കാനും നമുക്ക് സാധിക്കും. അപ്പം ഈ കുറ്റബോധം മനസ്സിലുണ്ടാകുന്നത് ഇങ്ങനെ തുടർച്ചയായിട്ടുള്ള ഈ നിയന്ത്രണങ്ങളെ, അത് ജീവിതകാലം മുഴുവൻ 10-18 വയസ്സാകുന്നത് വരെ, അത് കഴിഞ്ഞിട്ടും പിന്നെ ഉണ്ടായെന്ന് വരാം. അധ്യാപകന്മാരിൽ നിന്നോ പഠിക്കാൻ പോകുന്നിടത്തു നിന്നോ ഒക്കെ ഈ റെസ്ട്രിക്ഷൻസും അത് ഇതൊക്കെ ചെയ്യുന്നത് ഇതൊക്കെ തന്നെ. അപ്പോൾ കുറ്റബോധമാണ് നമ്മുടെ മനസ്സിനെ, അപ്പം കുറ്റബോധം ആ നല്ല മനസ്സിനെ, ആ നിശ്ചല ജലാശയത്തെ കണ്ടമാനം ഡിസ്റ്റർബ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ മനസ്സിലുള്ളതെല്ലാം കാണുന്നതെല്ലാം നമ്മൾ ഈ മുമ്പേ പോലെ മായ പോലെയാണ്. ഒന്നും നമ്മൾ വ്യക്തമായിട്ട് കാണുന്നില്ല. ആ പഴയ പശ്ചാത്തലത്തിലാണ് നമ്മൾ എല്ലാത്തിനെയും വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ നമ്മുടെ സങ്കല്പങ്ങളൊക്കെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കുറ്റബോധം എന്നുള്ള ആ പുകമറ മാറ്റിയിട്ട് പരിശുദ്ധമായ ആ പ്രാരംഭ മാനസികാവസ്ഥയെ നമ്മൾ വീണ്ടും പ്രാപിക്കുകയും ആസ്വദിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. കുറ്റബോധം എന്ന ആ ഒരു വിഷയത്തെ എത്ര സുതാര്യമായി ഡോക്ടർ കൈകാര്യം ചെയ്തു എന്നോർക്കുക. ഡോക്ടറിൻ്റെ അഭിപ്രായ പ്രകാരം കുറ്റബോധം എന്ന ആ ഒരു പുകമറ ബാല്യ ശൈശവങ്ങളിൽ മുതൽ തുടങ്ങുന്ന ആ ഒരു പുകമറ പൂർണ്ണമായി നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റിയാൽ മാത്രമേ നമുക്ക് സ്വസ്ഥതയുടെ ആ ഒരു സുഖം മനസ്സിൽ അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ്. വളർന്നു വരുന്ന സാഹചര്യങ്ങൾ ഈ കുറ്റബോധത്തെ നമ്മിൽ ഉണർത്തുകയാണ് ചെയ്യുന്നത്. മാതാപിതാക്കളും പഠിപ്പിക്കുന്ന അധ്യാപകരും ഒക്കെ ഇതിന് ഉത്തരവാദികളാണ്. അങ്ങനെയാണ് കുറ്റബോധത്തെ അദ്ദേഹം കാണുന്നത്. അപ്പം തീർച്ചയായിട്ടും കുറ്റബോധം വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. ആ കുറ്റബോധം ഇല്ലാത്ത ശാന്തമായ ഒരവസ്ഥ എല്ലാ മനസ്സുഖവും നമുക്ക് നൽകുന്നു എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഡോക്ടറിൻ്റെ മറ്റു ചിന്തകളുമായി അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് കണ്ടുമുട്ടാം.